ജയിക്കുന്നവൻ എപ്പോഴും ഹീറോയാണ്. എന്നാൽ ഈ കഥയിൽ ഇവൻ ഹീറോ അല്ല. ഇവൻ ഈ കഥയിലെ വില്ലനാണ്. അപ്പോൾ പിന്നെ ഹീറോ ആരാണെന്നായിരിക്കും? ആദ്യ കളിയിൽ തന്നെ തോറ്റു പുറത്തിരിക്കുന്ന ഇവനാണ് ഈ കഥയിലെ ഹീറോ. മടപ്പളാത്തുരുത്തു വിശ്വംഭരൻ ആരോടിപ്പൊന്ന് ചോദിക്ക. കുറച്ച് പരട്ട പിള്ളേരുണ്ട്. മോനെ അവിടെ ഒരു കാര്യം ചോദിക്കട്ടെ. മോനെ ഒരു കാര്യം ചോദിക്കട്ടെ. ഇങ്ങോട്ട് വാടാ, ഇവിടെ വാടാ. ഈ മടപ്പളാത്തുരുത്ത് വിശ്വംഭരന്റെ വീടേതാ? അത് കുറെ തെങ്ങല്ലേ, അതെങ്ങനെ വീടാകും? പോട്ടെ, ഈ കാഞ്ഞാണി മുക്ക് എവിടെയാണ്? ഒറ്റ എന്ത് ചോദിച്ചാലും ഒരു ദിവസം കൈ ചൂണ്ടി കാണിച്ചങ്ങനെ ശരിയാവും. നിനക്കെന്തായാലും വാതർന്ന് പറഞ്ഞൂടെ? മിണ്ടാതെ നിക്കണ നീ എന്താ ഊമേണ? വേണ്ട വേണ്ട, ചാണാൻ പറ്റില്ല. സോറിയുടെ മോനെ, നീ പൊട്ടനാണെന്ന് ചേട്ടൻ അറിഞ്ഞില്ല. എന്താടാ ഇത്? പൊട്ടാന്ന് വിളിച്ചവൻ ചവിട്ടും. ഇതെന്താ കുട്ടികളുടെ ഗ്രാമം? ഇവിടെ മുതിർന്ന ആൾക്കാരൊന്നുമില്ല. ഈശ്വര, ഇവരിവിടെ എത്തിയ ഞാനല്ല. ഉപദ്രവിക്കരുത്. ഈ ശ്രീകൃഷ്ണ നൃത്ത കലാലയത്തിന്റെ വടക്ക് ഭാഗത്തുനിന്ന് ഒരാൾ പറഞ്ഞത്. ഈ ശ്രീകൃഷ്ണ നൃത്ത കലാലയം. ഓ, അങ്ങനെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂലല്ലേ? വഴിയുണ്ട്. ശ്രീകൃഷ്ണ നൃത്ത. ഇനി കലാലയത്തിന് ഏത് മുദ്ര കാണിച്ചു കൊടുക്കും ഈശ്വര? കലം ഉണ്ടല്ലോ, ഈ കലം, കറിക്കലം, അതിന്റെ ആലയം, കലാലയം അതെവിടെയാ? താനെന്താ ആളെക്കളിയൊക്കെ? അപ്പൊ സംസാരിക്കത്തോലെന്ന് പറഞ്ഞ് നീ എന്നെ പറ്റിക്കുന്നല്ലേ? ഇവിടെ വേണം കുട്ടികളല്ലേ കരുതുമ്പോ തലേ കയറി നിരങ്ങണ. നേരാണ് വഴി ചോദിച്ചു വരുന്ന മാന്യന്മാരെ പറ്റിക്കരുത്. അല്ല പിന്നെ പാവം പേടിച്ചു. എന്തു പറ്റി അമ്മച്ചേ? അയ്യോ, ഇങ്ങനെയുണ്ടോ കുട്ടികള്? ആദ്യം ഒരുത്തരോട് അവിടെ വെച്ച് വഴി വെച്ചപ്പോ അവൻ ഊമയാണെന്ന് പറഞ്ഞ എന്നെ ചവിട്ടി. അവനോട് തന്നെ ആംഗ്യ ഭാഷയിൽ ഇവിടെ വെച്ച് വഴി വെച്ചപ്പോ അവൻ സംസാരിച്ചുകൊണ്ട് എന്നെ എറിഞ്ഞു പിടിച്ചാക്കണ്. നിങ്ങൾ ആദ്യം വഴി ചോദിച്ചവൻ അച്ചു. അവന് ചെവി കേൾക്കാമെങ്കിലും സംസാരിക്കാൻ കഴിയില്ല. ശരിക്കും ഊമയാ. രണ്ടാമത് കണ്ടവൻ അവന്റെ ഇരട്ട സഹോദരൻ അപ്പു. അവന് കുഴപ്പമൊന്നുമില്ല. ഒരുത്തൻ അണ്ണൻ, മറ്റവൻ തമ്പി. അണ്ണനും കൊള്ള, തമ്പിയും കൊള്ള, രണ്ടും വിഷസർപ്പങ്ങളാ. വിഷസർപ്പങ്ങളല്ല, ഇരുതല സർപ്പങ്ങൾ. ഇത്രയും തലതെറിച്ച പിള്ളേർ ഈ നാട്ടിൽ വേറെ ഇല്ല. ഒരേ ചോരയാണെങ്കിലും ഇവന്മാര് നേർക്കുനേരിൽ കണ്ടാൽ പിന്നെ യുദ്ധമാണ്. അമ്മയുടെ വയറ്റിൽ നിന്ന് പോന്നപ്പോ തന്നെ ഒരുത്തൻ മറ്റവന്റെ കഴുത്തി കുത്തിപ്പിടിച്ചിരിക്കുകയായിരുന്നു. വെരി ഗുഡ്. ഇങ്ങനെ തമ്മിൽ തല്ലുന്ന കൂടപ്പിറപ്പുകളെ ഭൂമിയിൽ ഒരിടത്തും കാണിയില്ല. വളർത്തോഷം ഇവന്മാരെയല്ല, ഇവന്മാരെയൊക്കെ തീറ്റിപ്പോരുന്ന ഇവന്മാരെ തന്തേനെ ആദ്യം തല്ലണം. എന്നാ തല്ലടോ.
ഞാനാ അവന്മാരുടെ തന്ത. അത് ശരി. അയ്യോ ഓ അയ്യോ മോനെ അച്ചു മോനെ ഓ നിർത്തിക്കെട്ടവനെ നീ എന്നാപ്പോഴാണ് ഞാൻ ഉപദ്രവിക്കുന്നത്? എടാ തല്ലി കൊല്ലുന്ന നീ. ഇവന്മാരുടെ ജനനത്തിന് 1.5 മിനിറ്റിന്റെ വ്യത്യാസമേ ഉള്ളെങ്കിലും രണ്ടും 2 നക്ഷത്രങ്ങളാ, 2 ഗണങ്ങളാ. ഒന്ന് ദേവനും മറ്റൊന്ന് അസുരനും. അതുകൊണ്ട് തന്നെ ഇവർ ആയുഷ്കാലം മുഴുവൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ഇവര് തമ്മിൽ ഒരിക്കലും ചേരില്ല. പല അനുഭവങ്ങളിലൂടെ നമുക്കത് ഇപ്പൊ തന്നെ ബോധ്യമാണല്ലോ. ഇവരുടെ ജാതക പ്രകാരം ഇവർ ഒരുമിച്ച് വാഴാൻ പാടില്ല. അങ്ങനെ വന്ന ഈ വീട്ടിലൊരു അപമൃത്യു വരെ സംഭവിച്ചേക്കും. ഇതിന് പ്രതിവിധി ഒന്നുമില്ല ജോത്സരെ. ഒരുമിച്ച് വാഴാതിരിക്കുക, അത് മാത്രമേ ഉള്ളൂ പ്രതിവിധി. ഈ പ്രായത്തിലുള്ള കുട്ടികളെ എങ്ങനെയാ ജോത്സ്യരെ? അതൊന്നും എനിക്കറിയില്ല. പ്രശ്നത്തിൽ തെളിഞ്ഞത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അളിയൻ വിഷമിക്കാതിരിക്കേ. ഇതാണോ ഇപ്പൊ ഇത്ര വലിയ കാര്യം? ഒരാൾ എന്റെ കൂടെ പൊള്ളാച്ചിക്ക് വരട്ടെ, ഞാൻ കൊണ്ടുപോകോളാം. കുട്ടികളില്ലാത്ത വിഷമം പറഞ്ഞിരിക്കുന്ന മീനാക്ഷിക്ക് അത് വലിയൊരു ആശ്വാസമാവും. ആ, അത് നല്ല തീരുമാനമാ. ഒരുത്തന് അമ്മാവന്റെ കൂടെ പൊള്ളാച്ചിക്ക് പൊക്കോട്ടെ. ആരെ വേണോന്നുള്ളത് വിശ്വംബരം തീരുമാനിക്കുക. അയ്യോ, രണ്ടുപേരും എനിക്ക് ഒരുപോലെയല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം. ആ. സംസാരശേഷി ഇല്ലാത്തവൻ അച്ഛന്റെ അമ്മയുടെ സാമീപ്യം ആവശ്യമാണ്. അതുകൊണ്ട് അച്ചു കൂടെ നിൽക്കട്ടെ. അപ്പൂനെ കൊണ്ടുവയ്ക്കോ. ഞാൻ പോവൂല, ഞാൻ പോവൂല. അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് ഞാൻ പോവൂല. വേണമെങ്കിൽ ഇവൻ പോട്ടെ. അപ്പോ പറയുന്ന പോലെ കേട്ടോളണം, ഇല്ലെങ്കിൽ നല്ല അടിവെച്ചു ഞാൻ. നിങ്ങൾ കുട്ടികളെ ലാളിച്ച് വഷളാക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് അങ്ങനെ അനുസരണം ഇല്ലാതായി പോയത്. നോക്ക, നാളെ കഴിഞ്ഞ് അമ്മാവൻ പൊള്ളാച്ചിക്ക് പോകുമ്പോ നീയും കൂടെ ഉണ്ടാവും. അനുസരണക്കേട് വല്ലതും കാട്ടാനാണ് ഭാവമെങ്കില് എന്റെയിലും നല്ല ചൂറലുണ്ട്. നിന്റെ അച്ഛനമ്മയൊന്നും എന്നെ തടയാൻ വരില്ല. നല്ല അടിവെച്ചു ഞാൻ തൊടനെ തോലി പൊട്ടനടി കേട്ടാ.